ഉപ്പ് ഞാൻ എവിടെ പറയിലുണ്ട്. ഒരു ചെറിയ സഹായം ചെയ്യാമോ? അത് നീ തന്നെ എടുത്തിട്ടോളൂ പ്ലീസ്. ഇത് എവിടെ ഇടണം? 2 കാതിലും 2 സ്പൂൺ. തീർച്ചയായിട്ടും. ഇനി കുറച്ച് എണ്ണ ആഡ് ചെയ്യൂ. എന്നിട്ട് ഒരു ലെമൺ എടുത്ത് വായിൽ വെച്ചോളൂ. അതിനുശേഷം മസാല പിടിക്കാൻ 2 മണിക്കൂർ വയ്ക്കൂ. പിന്നീട് 250 ഡിഗ്രിയിൽ ചൂടാക്കണം. ഹലോ, നിന്നോടാ പറഞ്ഞത്, കേട്ടില്ലേ? ഓവൻ ഓൺ ചെയ്യ് പെട്ടെന്ന്. ശരി സാർ. നിന്നോടല്ലേ പറഞ്ഞത് ഓൺ ചെയ്യാൻ? അല്ലല്ല, നിന്റെ അടുത്താ പറഞ്ഞത്. ശരി, വാ നമുക്ക് പോയി ഓൺ ചെയ്യാം. ഈ മുയല് തയ്യാറാകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ഉറക്കം പാസാക്കിയിട്ട് വരാം. ഉറങ്ങി എണീച്ചിട്ട് ഈ മുയലിനെ തിന്നാം. താക്കോല് എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അനങ്ങാതിരിക്കണം, അല്ലെങ്കിൽ മസാലയൊക്കെ താഴെ പോകും. എങ്ങനെയെങ്കിലും നമുക്ക് മാൾട്ടോയെ തോൽപ്പിച്ച് നമ്മുടെ ചെവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. പക്ഷെ മാൾട്ടോയെ നേരിടാൻ നമുക്ക് എന്തെങ്കിലും ഐഡിയ വേണമല്ലോ. പറ മഞ്ഞക്കിളി. ഇത് തന്നെയാണ് പറ്റിയ അവസരം. അതെന്തോന്നായിരിക്കും? ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു രാജാവ് ഇതുപോലെയാണ് ഒരു മോൺസ്റ്ററെ തോൽപ്പിച്ചത്. ഇതുപോലെ ഒരു ലൈറ്റ് ഉപയോഗിച്ച് അയാളെ പൊട്ടക്കിണലിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. അതാ നമ്മളും ചെയ്യേണ്ടത്. ഇല്ല, അത് നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. അത് ഇവിടെ എങ്ങും കിട്ടില്ല. അതവൻ കണ്ടുപിടിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ലൈറ്റിംഗ് ബോർഡ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു മെഷീനാണ് ആവശ്യമുള്ളത്. എല്ലാവരും വരും. മഞ്ഞക്കിളി ഇത് കിണർ കുഴിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയാ ലൈറ്റിംഗ് കണ്ടുപിടിക്കും? ഒരു ഫണൽ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ശരി, അതിനിടയ്ക്ക് ഞാൻ ചെവിനെ രക്ഷപ്പെടുത്താൻ വഴിയുണ്ടോ നോക്കട്ടെ. ആ കിരീടം എടുത്തോണ്ട് വരാം. ആകാശം ഇരുണ്ടു തുടങ്ങി. വേഗം ജോലി ഫിനിഷ് ചെയ്യണം. വരൂ. ഹായ്, നിങ്ങൾ വന്നല്ലേ? നിങ്ങൾ പെട്ടെന്ന് തന്നെ രക്ഷിക്ക്. പക്ഷെ മസാല ഒന്നും വെളി പോകരുത്. നിനക്കൊന്ന് പതുക്കെ സംസാരിക്കാവോ? എല്ലാരും എണീക്കും. പോട്ടെ, ആ കിരീടം എവിടെയാ ഇരിക്കുന്നതെന്ന് പറ. ഒന്ന് വേഗം പറ. പിന്നെ അതാ ലോക്കറിലുണ്ട്. അതിന്റെ താക്കോൽ മാൾട്ടയുടെ കയ്യിലുണ്ട്. മഞ്ഞക്കളി, നീ എന്ത് ചെയ്യുന്നു? അവനിപ്പോ മാൾട്ടയെ വെളിയിലേക്ക് എത്തിക്കാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക. വെളിയിൽ ഞങ്ങളൊരു ഐഡിയ വെച്ചിട്ടുണ്ട്. ഐഡിയ വെച്ചിട്ടുണ്ടെന്നാ? അതൊക്കെ നിനക്ക് ഞാൻ സൗകര്യം പോലെ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് വെളിയിൽ പോവാം. വാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. നേരം വെളുത്തു തങ്കു. എന്നെ കൊണ്ട് പറ്റൂല. ഇന്നലെ ഞാനാ ഉണ്ടാക്കിയത്, ഇന്ന് നീ ഉണ്ടാക്കിയാ മതി. ആരോ ആ ബോക്സ് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങൾ ഇതല്ലേ അന്വേഷിക്കുന്നതാ? നോക്കി അവരെ പിടിക്ക് പെട്ടെന്ന്. ഇതിൽ നിന്ന് ലൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ആ മാൾട്ടോയെ ഞാൻ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കോ. അയ്യോ, പെട്ടെന്ന് ആ കിരീടം കൊണ്ടുവയ്ക്ക്. ആ കുഴിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്ക്. എന്നിട്ടത് മൂട്. കിരീടം അവിടെയുണ്ട്. നിങ്ങൾ പോയി എടുത്തിട്ട് വാ പെട്ടെന്ന്. 1 മിനിറ്റ്. ഈ കഥ എനിക്ക് നന്നായിട്ട് അറിയാം. ആ കിരീടത്തിന്റെ അടുത്തൊരു പാഴടഞ്ഞ കിണറുണ്ടാകും. ഇത്തരം ഐഡിയകൾ ഉപയോഗിച്ചൊന്നും എന്നെ ആർക്കും പറ്റിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ സാറിന് എങ്ങനെ അറിയാം? അത് തന്നെ, ഇത് സാറിന് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചല്ലോ, പിന്നെ എന്തിനാ നീ ചോദിക്കുന്നത് തങ്കു? എന്നെ പോലത്തെ മോൺസ്റ്ററുകളെ നശിപ്പിക്കാൻ ഇതാണൊരു വഴി. ഇതൊക്കെ ഞാൻ പഴയ സിനിമയിൽ കണ്ടിട്ടുണ്ട്. സൂക്ഷിച്ചു വേണം. എല്ലാവരും പെട്ടെന്ന് കുനിഞ്ഞേക്കൂ. മിസ്സായി പോയി. ലോണ്ട ഒരു മരം മുറിഞ്ഞു വരണ സാറേ. ഇനി നമുക്ക് പോയി ആ കിരീടം എടുത്തോണ്ട് വരാം. 1 മിനിറ്റ്. ഇവിടെ ഒരു വലിയ കിണറുണ്ട് കേട്ടാ, സൂക്ഷിക്കണേ. ശരി, നീ ചെയ്തതെന്തായാലും നന്നായി. ഇനി ശരിക്കുള്ള കിരീടം എടുത്തോണ്ടാ നമുക്ക് ആ രാജാവിനെ ഏൽപ്പിക്കാം. ഞാൻ ആ രാജാവിന് മകുടം ചേർത്താൻ പോവാ. ഇതാണ് എന്റെ വലിയ സ്വപ്നം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രാജാവ് ആരാണ്? പറയൂ സിനി. ഇതാണ് നമ്മുടെ പുതിയ രാജാവ്. ബൈ ബൈ. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ഇനി ആ മുത്ത് തന്നെങ്കിൽ ഞങ്ങളങ്ങ് പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ മാൾട്ടോ പെറ്റ്പാൽസിനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിരിക്കുമെന്നാണ്. അയ്യോ ഇല്ല, അവരതാ പോകുന്നു. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നിർത്താൻ പോകുന്നില്ല. ഈ കാര്യം നീ എപ്പോ എന്നോട് പറയാന്നാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നേ? നീ അവസാനം കണ്ടുപിടിച്ചത് എന്താണെന്ന് എന്നോടും കൂടി ഒന്ന് പറ. പ്ലീസ് പറ. അവനെ എടുത്തെന്ന് അറിയാമോ? എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, അത് അവൻ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇല്ലേ? എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് എവിടെ വച്ചെന്നും ഓർമ്മയില്ല. ചെവിയോ ചെവിയോ ചെവിയോ.
ആ മുത്ത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ഉറപ്പായിട്ട് അത് നീ തന്നെ എടുത്ത് കഴിച്ചിരിക്കും. ചെവിയോ, നീ സത്യം പറയുന്നുണ്ടോ അതോ ഇല്ലേ? മുത്തിന് എത്ര അഴകുള്ളതാണെങ്കിലും ഞാനത് കഴിക്കില്ല. ശരി, ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നീ ഈ 3 നമ്പറിൽ ഒരെണ്ണം സെലക്ട് ചെയ്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഈ കവറിൽ എന്താ ഉള്ളത്? ഇതിൽ ഈസി ആയിട്ടുള്ള 3 വഴികളുണ്ട് നീ കഴിച്ച മുത്ത് കണ്ടുപിടിക്കുന്നതിന്. ഫസ്റ്റ് എൻവലപ്പിനകത്ത് ഗോൾഡ് ജമ്പിംഗ് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് കവറിനകത്തുള്ളത് പോലെ തന്നെ സെക്കൻഡ് കവറിനകത്തും ഒരു മെത്തേഡ് ഉണ്ട്. നീ വേഗം ഇതിലൊരെണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വഴി സ്വീകരിക്കണമെന്ന് മനസ്സിലാകും. മൂന്നാമത്തെ കവറില. മൂന്നാമത്തെ കവറിൽ എന്തിരിക്കുമെന്ന് അറിയാമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയണോ? മുയലിന്റെ വലിപ്പത്തിലുള്ള ഒരു പന്ത് വെച്ച് നിന്നെ അമ്മാനോടി കളിക്കണമെന്നാ ഇതിനകത്തുള്ളത്. കേട്ടോടാ? നമ്പർ 1 ചൂസ് ചെയ്യാം. അതിൽ എന്താ ഉള്ളതെന്ന് പറയാമോ? നമ്മുടെ കണ്ടസ്റ്റന്റ് നമ്പർ 1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗോൾഡ് ജമ്പിംഗ് മെത്തേഡ്. അതെന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ എന്റെ കൂടെ വാ. ആ, ഇങ്ങോട്ട് വാ ചെവിയ. ഈ കയറിനെ നിന്റെ കാലിൽ കെട്ടി നേരെ താഴേക്ക് ചാടണം. അത്രേ ഉള്ളൂ. ഈ റോപ്പിന്റെ എൻഡ് വരുന്നത് ഈ റോപ്പിനെ നീ ടൈറ്റ് ആയിട്ട് പിടിക്കണം. ടൈറ്റ് ആയി കഴിയുമ്പോൾ ആ മുത്ത് റോക്കറ്റ് പോലെ പുറത്തേക്ക് വരും. എങ്ങനെയുണ്ട് ഐഡിയ? ഒരു നിമിഷം വെയിറ്റ് ചെയ്. നീ പറഞ്ഞ പോലെ ഈ റോപ്പ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ മുത്ത് ഉടനെ വെളി വരും. അപ്പൊ പിന്നെ മുത്ത് വേസ്റ്റ് ആയിട്ട് താഴെയല്ലേ വീഴൂ. ആ, ഈ ഐഡിയ ഒന്ന് മാറ്റണം. നിനക്ക് വട്ടുണ്ടാടാ. നീ അല്ലേ ഈ ഐഡിയ ചൂസ് ചെയ്തത്. അപ്പൊ പിന്നെ നീ ചെയ്തേ തീരൂ. മനസ്സിലായല്ലോ? ഈ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഇത് നോക്ക്. ഇത് വെച്ചോ. നീ ചാടിയാലുടനെ ഇത് നിന്റെ വായ്ക്ക് നേരെ പിടിക്കണം. അതെ, നിനക്ക് നിന്റെ വായ എവിടെ ഇരിക്കണം എന്ന് അറിയാമോ ചെവിയ? പിന്നെ അത് കറക്റ്റ് ആയിട്ട് അറിയാം. അത് വെച്ചല്ലേ ഞാൻ ക്യാരറ്റ് ഒക്കെ കഴിക്കുന്നത്. ഇതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മുത്ത് കഴിച്ചിട്ടേ ഇല്ല, പിന്നെ എന്തിനു ചാടണം? നീ ചാടിയ തീരൂ. ചാടടാ. കടവുളേ, കണ്ടില്ലേ? മുത്ത് വായിന്ന് വെളി വന്നില്ല. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? എന്നെ മുകളിലോട്ട് വലിക്ക് വേഗം. ശരിയായില്ല. കുറച്ചുകൂടെ വലിയ കയർ വെച്ച് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. മുത്ത് ഞാൻ കണ്ടുപിടിച്ചു. ആഹാ, ഇത് എവിടെ ഇരുന്നു? നിന്റെ കട്ടിലിന്റെ അടുത്തുള്ള മേശപ്പുറത്തിരുന്നു. അപ്പൊ അത് ആ വിളക്കിന്റെ അടുത്താണോ ഇരുന്നത്? അതോ എന്റെ കണ്ണാ